Thank you for giving us an opportunity to come up with an idea or present ourselves with our ideas to a great team like you. Our idea is Green Bay, turning trash into treasure. We are the team behind it. Here is the problem, one of the problems we are facing. അതായത് നമ്മൾ ഓരോ ദിവസവും ഈ amount of the waste is increasing day by day. So നമുക്കത് സെഗ്രിഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് one of the main threat we are facing. ബിക്കോസ് പല ടൈപ്പ് വേസ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. എന്തൊക്കെ ടോക്സിക് ഉണ്ടാവും, അല്ലെങ്കിൽ സിറിഞ്ച് ഉണ്ടാവും, അങ്ങനെ കുറേ ഹാംഫുൾ ആയിട്ടുള്ളതും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ഈ വേസ്റ്റ് അടിഞ്ഞു കൂടിയിടാനുള്ള കാരണം ഇത് തന്നെയാണ്, സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. സോ നമ്മൾ അതിനൊക്കെ ഒരു കുറച്ചും കൂടി സിമ്പിൾ അല്ലെങ്കിൽ അത് കുറയ്ക്കാനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ വരുന്നത്. ഗ്രീൻ ബേ. വാട്ട് ഈസ് ഗ്രീൻ ബേ? We offer a comprehensive range of services including waste collection, waste disposal and awareness spreading. അതായത് മെയിൻ വേസ്റ്റ് കളക്ഷൻ ആൻഡ് സെഗ്രിഗേഷൻ ആണ്. വേസ്റ്റ് കളക്ട് ചെയ്യുന്നു, അതോടുകൂടി വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം കൂടി കൊണ്ടുവരികയാണ്. വിച്ച് ഹെൽപ്സ് കസ്റ്റമേഴ്സ് റെഡ്യൂസ് ആൻഡ് റീയൂസ് ആൻഡ് റീസൈക്കിൾ ദിയർ വേസ്റ്റ് ആൻഡ് ടു ക്രിയേറ്റ് എ മോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഫോർ അവർ പ്ലാനറ്റ്. ഹൗ ഗ്രീൻ ബേ വർക്ക്സ്? ഞങ്ങളൊരു സ്മാർട്ട് ബിൻ our idea is to implement using a smart bin. അതായത് പല സെൻസേഴ്സ് ടു ഡിറ്റക്ട് വെയിറ്റ്, ലെവല്, ടൈപ്പ് ഓഫ് വേസ്റ്റ്, അങ്ങനെ പല സെൻസേഴ്സൊക്കെ വെച്ചിട്ട് വേസ്റ്റ് ഏത് ടൈപ്പാണെന്ന് കണ്ടെത്തിയിട്ട് പ്ലാസ്റ്റിക്, പേപ്പർ, മെറ്റൽ, അതുപോലെ ഗ്ലാസ്, ഇതൊക്കെ ഈ നാലെണ്ണമായിട്ട് കറക്റ്റായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി സെഗ്രിഗേറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. We also plan to giving incentives to customers who throw their trash in these bins through a credit system. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വെൽ നോൺ ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഈ മെക്ഡൊണാൾഡ്സ് അങ്ങനത്തെ ഓരോ സ്പോൺസേർഡ് വെൽ നോൺ ബ്രാൻഡ്സിൻ്റെ സ്പോർട്സിൽ വെക്കുക അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയാസിൽ വെക്കുക. അപ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. അല്ലെങ്കിൽ മാളുകളിൽ വിൽക്കുക. അപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ കൂടുന്ന സ്ഥലത്താണ് വേസ്റ്റ് കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്പോസൽ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ പ്ലാൻ. ക്രെഡിറ്റ്സ് ഏൺ വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ആപ്പ്. നമ്മുടെ ആപ്പ് വഴി നമ്മൾ ഏൺ ചെയ്യണ ക്രെഡിറ്റ്സൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം. വേസ്റ്റ് വിൽ ബി വീക്ക്ലി കളക്റ്റഡ് and properly disposed by student cells like NSS or our student coordinators, or in each students in our each college cell we will be forming, and the e-waste will be separated and reusable components will be sorted out. അതിൽ ഈ വേസ്റ്റിൽ റീയൂസ് ചെയ്യാൻ പറ്റിയ കമ്പോണൻസ് നമ്മൾ റീഫർബിഷ് ചെയ്യാം, എന്നിട്ട് പിന്നെ സെല് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ട്. എന്നിട്ട് ഡയറക്റ്റായിട്ട് പ്രോപ്പർ ഏജൻസി, ഡിസ്പോസൽ ഏജൻസീസിലേക്ക് അറ്റ് ദി ബിഗിനിങ് ഡയറക്റ്റായിട്ട് ഡിസ്പോസിബിൾ ഏജൻസിയിലേക്ക് നമുക്ക് കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു ചെറിയ തോതിൽ ഒരു വരുമാനം കിട്ടും. കറക്റ്റായിട്ട് ഡിസ്പോസൽ ചെയ്യാനുള്ള ഏജൻസിയിലേക്ക് പ്രോപ്പർലി സെഗ്രിഗേറ്റഡ് വേസ്റ്റ് കൊടുക്കുമ്പോൾ we help manage e-waste by enabling users to sell, buy or donate it. അതായത് ഈ റീഫർബിഷ്ഡ് ആയിട്ടുള്ള വേസ്റ്റ് നമുക്ക് സെല് ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സ് സെല് ചെയ്യാം നമ്മുടെ ആപ്പിൽ കൂടെ. അത് ബൈ ചെയ്യാം. അതുപോലെ റീഫർബിഷ്ഡ് ആയിട്ട് നമ്മൾ കിട്ടുന്ന വേസ്റ്റ് വെച്ചിട്ട് നമുക്കത് വേസ്റ്റ് നമുക്ക് റീഫർബിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ റീഫർബിഷ് ചെയ്ത് അത് ആപ്പിൽ തന്നെ സെല് ചെയ്യും. പിന്നെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. അതായത് ഈ സെല്ലിങ് നമ്മൾ കേടായ വേസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് സെല് ചെയ്യാൻ ഒരു ഡൊണേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അപ്പോൾ നമ്മളത് വെച്ച് നമ്മുടെ കമ്പനി റീഫർബിഷ് ചെയ്യണമെങ്കിൽ റീഫർബിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ റീഫർബിഷ് ചെയ്ത് വീണ്ടും സെല്ലാക്കും. സെൽ ബൈ ആൻഡ് ഡൊണേറ്റിംഗ് വേസ്റ്റ്. വാട്ട് ഇസ് ഗ്രീൻ പോയിന്റ്സ്? ഗ്രീൻ പോയിന്റ്സ് ഈസ് യൂസ്ഡ് ആസ് എ റിവാർഡ് സിസ്റ്റം. ഓരോ പ്രാവശ്യം വേസ്റ്റ് ഇടുമ്പോഴും ഒരു റിവാർഡ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നു. ദിസ് റിവാർഡ് സിസ്റ്റം ക്യാൻ ബി റെഡീംഡ് ബൈ കൂപ്പൺ ഓർ ക്യാഷ്. ഇതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. റവന്യൂ പ്ലാൻ LED ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ആഡ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന കൂടിയാണ് നമ്മൾ റവന്യൂ പ്ലാൻ ചെയ്യണത്. ഓൾസോ അഗ്രിമെൻറ്റ്സ് വിത്ത് സ്പോൺസേഴ്സ്. ഫ്യൂച്ചർ പ്ലാൻസ് പ്രോപ്പർ ഡിസ്പോസൽ മെക്കാനിസം ഇതിൻ്റെ അകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ആൻഡ് താങ്ക് യു ഗൈസ്.